എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഭൗതികശാസ്ത്രമാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ചലന സമവാക്യങ്ങൾ. ആദ്യത്തെ ചാപ്റ്റർ ഈ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 3 ചലന സമവാക്യങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതുപോലെ പ്രോബ്ലംസും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് 2 തരം അളവിനെക്കുറിച്ചാണ് പറയുന്നത്. 2 രീതിയിൽ അളവിനെ വേർതിരിച്ചിരിക്കുന്നു. അതായത് സദിശ അളവുകളും അതിശയ അളവുകളും. അപ്പോൾ ആദ്യമായിട്ട് സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്താണ്? അളവിനോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കുന്ന അളവുകളാണ് സദിശ അളവുകൾ. ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം, ആക്കം തുടങ്ങിയവ. സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഒരു സ്ഥലത്തേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് സ്ഥാനാന്തരം. അതുപോലെ പ്രവേഗമാണെങ്കിൽ സ്ഥാനാന്തരം ബൈ സമയമാണ്. ത്വരണം പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. അപ്പോൾ പ്രവേഗമാറ്റം ഡിവൈഡ് ബൈ സമയമാണ് ത്വരണം. അതുപോലെ ബലമാണെങ്കിൽ ഫോഴ്സ് ഈക്വൽ ടു ma നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പം ഇതിനൊക്കെ ഈ സദിശ അളവുകൾക്കൊക്കെ നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ സാധിക്കും. അതായത് ദിശ കൂടി പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിലധികം വസ്തുക്കളെ, ഒന്നിലധികം അളവുകളെ, ഇപ്പം F = ma മാസിനെയും ആക്സിലറേഷനെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒന്നിലധികം സാധനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് സദിശ അളവുകളാക്കി പറയാൻ പറ്റുന്നത്. അപ്പം അതിശയ അളവുകളും സദിശ അളവുകളും തമ്മിലുള്ള വ്യത്യാസം പറയണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം നോക്കിയാൽ മതി. വേറെ ഏത് വസ്തുവിനെ ആശ്രയിക്കുന്നു, വേറെ ഏത് അളവിനെയാണ് ആശ്രയിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അതിശയ അളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റീസ്. അതിന് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ദൂരം, വേഗത, സമയം, താപനില, മാസ്, ഊർജം തുടങ്ങിയവ. അപ്പോൾ ഇതൊക്കെ ഒരു അടിസ്ഥാന അളവുകളാണ്. എന്താണെന്ന് വെച്ചാൽ ദൂരം, ഡിസ്റ്റൻസ്, നമ്മൾ ജസ്റ്റ് ദൂരം മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ പ്രവേഗവും അല്ലെങ്കിൽ സ്ഥാനാന്തരമൊക്കെ പറയുമ്പോൾ അത് മറ്റൊരു വസ്തുവിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു, മറ്റൊരു അളവിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ വേഗതയാണെങ്കിലും അതുപോലെ സമയം, താപനില, മാസ്, ഊർജം ഇതൊക്കെ ഒരു മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ദിശയെ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് അതിശയ അളവുകളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ PSC ഇതിനു മുമ്പ് കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിശയ അളവുകൾ ഏത് എന്നുള്ള രീതിയിൽ ഒരു കുറച്ച് അളവുകൾ തന്നിട്ട് മാറ്റി എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 എക്സാമ്പിളുകളും നല്ലോണം പഠിച്ചു വെക്കുക. ഇവിടെ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ഒരു കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദൂരം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന D എന്ന ലെറ്റർ കൊണ്ടാണ് ഡിസ്റ്റൻസ്. സ്ഥാനാന്തരമാണെങ്കിൽ S ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ദൂരം എന്നാൽ സഞ്ചരിച്ച പാതയുടെ ആകെ നീളമാണ്. എന്നാൽ സ്ഥാനാന്തരം ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ്. അപ്പോൾ അവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് സ്ഥാനാന്തരത്തിൽ വരുന്നത്. ഇനി ദൂരം 0, നെഗറ്റീവ് എന്നിവ ആകില്ല. അപ്പോൾ 0 നെഗറ്റീവോ ആകില്ല, നേരെയുള്ള അളവാണ്. എന്നാൽ സ്ഥാനാന്തരം 0 നെഗറ്റീവും ആകാൻ പറ്റും. ദൂരം അതിശയ അളവാണ്, സ്ഥാനാന്തരം സദിശ അളവാണ്. രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്ററാണ്. അതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് M എന്ന ലെറ്റർ വെച്ചാണ്. അടുത്തതായിട്ട് സ്ഥാനാന്തരത്തിൻ്റെ ഒരു വിശദീകരണമാണ്. 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖാ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രസ്താവിക്കുന്നതാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ്. സ്ഥാനാന്തരം ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? S എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദൂരത്തിൻ്റെ യൂണിറ്റായ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ്. അപ്പോൾ രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ തന്നെയാണ്. ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ സ്ഥാനാന്തരവും സഞ്ചരിച്ച ദൂരവും തുല്യമാകുന്നു. അപ്പോൾ നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ ഈ 2 അളവുകളും തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ത്രികോണം ആലോചിക്കുക. നമ്മളൊരു ത്രികോണത്തിൻ്റെ ലംബവും പാദവും അങ്ങനെയാണ് നമ്മളൊരു ദൂരം പോകുന്നതെങ്കിൽ അതിൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്കൊരു കർണം വരച്ചു കഴിഞ്ഞാൽ അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ കർണമായിരിക്കും സ്ഥാനാന്തരം. എന്നാൽ അല്ലാതെ വളഞ്ഞു ചുറ്റി പോകുന്നതാണ് ദൂരം എന്നത്. അപ്പോൾ ഇവിടെ സ്ഥാനാന്തരവും ദൂരവും തുല്യമാണെങ്കിൽ ഒരേ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കണം. ആദ്യ സ്ഥാനം Aയും അന്ത്യസ്ഥാനം Bയും ആയി പരിഗണിച്ചാൽ Bയിൽ നിന്ന് Aയിലേക്കുള്ള സ്ഥാനാന്തരം നെഗറ്റീവും Aയിൽ നിന്ന് Bയിലേക്കുള്ള സ്ഥാനാന്തരം പോസിറ്റീവുമായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു പോസിറ്റീവ്, നെഗറ്റീവ്, 0 എന്നീ വാല്യൂകളിൽ നമുക്ക് സ്ഥാനാന്തരത്തെ പറയാൻ പറ്റും. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് തിരിച്ച് വരുമ്പം അവിടെ നിന്ന് തിരിച്ച് ആദ്യ സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് നെഗറ്റീവായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. ഇനി ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തുല്യമാകുമ്പോഴാണ് സ്ഥാനാന്തരം നമ്മൾ 0 ആണെന്ന് പറയുന്നത്.
ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് സഞ്ചരിച്ച ദൂരത്തിന് തുല്യമോ കുറവോ പൂജ്യമോ ആയിരിക്കും. അപ്പോൾ ഈ 3 കാര്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലായി 3 തരത്തിൽ നമുക്ക് സ്ഥാനാന്തരത്തെ പറയാൻ പറ്റും. നെഗറ്റീവ്, പോസിറ്റീവ്, അതുപോലെ പൂജ്യവും ആയിരിക്കാം. ഇനി പ്രവേഗം എന്താണ്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അഥവാ വെലോസിറ്റി. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു, ഒരു ത്രികോണത്തിൻ്റെ ലംബവശവും പാദവശവും കൂടി പോവുകയാണെങ്കിൽ അതാണ് സഞ്ചാരപാത. പക്ഷെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് ആ കർണം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടും. അതിലൂടെ സഞ്ചാരപാതയില്ല. അതുകൊണ്ട് തന്നെ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. സ്ഥാനാന്തരത്തിൻ്റെ ദിശയാണ് പ്രവേഗത്തിൻ്റെയും ദിശ. അപ്പോൾ സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയമാണ് പ്രവേഗം. അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ ദിശ തന്നെയായിരിക്കും പ്രവേഗത്തിൻ്റെയും ദിശ. പ്രവേഗം ഒരു സദിശ അളവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രവേഗം കണക്കാക്കാൻ വസ്തു സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയം പരിഗണിക്കുന്നു. അപ്പോൾ പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. ഇക്വേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ v = s/t. എസ് സ്ഥാനാന്തരത്തെ ഡിനോട്ട് ചെയ്യുന്നു. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് നമുക്ക് മീറ്റർ/സെക്കൻഡ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും സമയത്തിൻ്റെയും യൂണിറ്റ് തിരിച്ചെഴുതിയാൽ മതി. അപ്പം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് യൂണിറ്റും കണ്ടുപിടിക്കാം. ഒരു വസ്തു യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച ദൂരമാണ് വേഗത. അപ്പം വേഗത എന്താണ്? ഒരു യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച ദൂരമാണ് വേഗത. അപ്പോൾ വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. അതുകൊണ്ട് യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. ഇതൊരു അതിശയ അളവാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിനെ അല്ല ആശ്രയിക്കുന്നത്, അതുകൊണ്ട് തന്നെ ദൂരത്തിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് വേഗതയും അതിശയ അളവായി മാറി. പ്രവേഗത്തിൽ എന്തായിരുന്നു? ഡിസ്പ്ലേസ്മെൻറ്റിനെ ആശ്രയിക്കുന്നത് കൊണ്ട് അത് സദിശയ അളവായി മാറി. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തുവിൻ്റെ പ്രവേഗം സമപ്രവേഗമാണെന്ന് നമുക്ക് പറയാം. അതായത് യൂണിഫോം വെലോസിറ്റി ആണെന്ന് പറയാൻ പറ്റും. അതിന് എക്സാമ്പിളുകളാണ് പറയുന്നത്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു. അടുത്തതായിട്ട് ഒരു ട്രെയിൻ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരേ ദിശയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിൻ സമപ്രവേഗത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ 2 എക്സാമ്പിളും ഓർത്ത് വെക്കുക. സമപ്രവേഗത്തിൻ്റെ എക്സാമ്പിൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ എക്സാമ്പിളാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. വാഹനങ്ങളുടെ ടയർ കറങ്ങുന്നതിൻ്റെ അതേ ദിശയിലാണ് ചെളി കറങ്ങുന്നതെങ്കിലും മുകൾ ഭാഗത്ത് ചെളി തെറിക്കുന്നത് ഏത് ദിശയിലാണോ അതിൻ്റെ വിപരീത ദിശയിലായിരിക്കും താഴെ ചെളി തെറിക്കുന്നത്. കാരണം എന്താണ്? അപ്പോൾ ഇവിടെ ഒരു വർത്തുള പാതയിലൂടെ ആണ് ടയർ കറങ്ങുന്നത്. അപ്പോൾ വട്ടത്തിലാണ് കറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ ചലനദിശ എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. നേർരേഖയിലുള്ളതുപോലെയല്ല, വർത്തുള ചലനത്തിൽ എല്ലാ ദിശയിലും ഓരോ സമയത്തും ചലനദിശ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരുന്നാൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മേലെയും താഴെയും ചെളി തെറിക്കുന്ന ആ ഒരു ദിശയ്ക്ക് മാറ്റം വരുന്നത്, വിപരീത ദിശയായിട്ട് മാറുന്നത്. വേഗം, ദിശ എന്നിവയോ ഇവയിൽ ഏതെങ്കിലും ഒന്നോ മാറുമ്പോൾ വസ്തുവിൻ്റെ പ്രവേഗത്തിന് മാറ്റം വരുന്നു. വേഗം, ദിശ എന്നിവയോ ഇവയിൽ ഏതെങ്കിലും ഒന്നോ മാറുമ്പോഴുള്ള വസ്തുവിൻ്റെ പ്രവേഗമാണ് അസമപ്രവേഗം, നോൺ യൂണിഫോം വെലോസിറ്റി. അപ്പോൾ നമുക്ക് പ്രവേഗത്തെ സമപ്രവേഗമെന്നും അസമപ്രവേഗമെന്നും പറയാം. അപ്പോൾ രണ്ടും ഒരേ ഒരു അളവിൽ, വേഗവും ദിശയും ഒരേ ഒരു അളവിൽ പോകുന്നുണ്ടെങ്കിൽ അത് സമപ്രവേഗമായും അതിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒന്ന് മാറുമ്പോൾ അത് അസമപ്രവേഗമായി മാറുന്നു. അതിന് എക്സാമ്പിളാണ് മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ലിൻ്റെ ചലനം, ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് മുന്നോട്ട് നീങ്ങുന്ന ബസ്, ഊഞ്ഞാലാടുന്നത്. ഇതൊക്കെ അസമപ്രവേഗത്തിന് എക്സാമ്പിളാണ്. ഏതെങ്കിലും മാറിക്കൊണ്ടിരിക്കും, ഒന്നെങ്കിൽ വേഗത മാറാം അല്ലെങ്കിൽ ദിശ മാറാം. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യനാണ്, പ്രോബ്ലമാണ്. 18 സെക്കൻഡ് സമയം കൊണ്ട് ഒരു വസ്തുവിന് 72 മീറ്റർ സ്ഥാനാന്തരം സംഭവിച്ചു എങ്കിൽ 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? അപ്പോൾ 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരമാണ് എന്ത്? പ്രവേഗം കാണാൻ സ്ഥാനാന്തരം ബൈ സമയമാണ്. അപ്പോൾ അവിടെ സ്ഥാനാന്തരം 72 മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 72 മീറ്റർ ഡിവൈഡഡ് ബൈ 18 സെക്കൻഡ് ഈക്വൽ ടു നമുക്ക് 4 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ അതാണ് 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം. 1 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം ഡിനോട്ട് ചെയ്യുന്നത് പ്രവേഗത്തെയാണ്. അതാണ് അവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്.
ഇനി അടുത്ത പ്രോബ്ലം എന്താണ്? 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തോടെ സഞ്ചരിക്കുന്നു. ഈ ട്രെയിൻ 800 മീറ്റർ നീളമുള്ള ഒരു നേർപ്പാലം കടക്കാനെടുക്കുന്ന സമയം. അപ്പോൾ ഇത് നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന ട്രെയിനിൻ്റെ പാലത്തിൻ്റെ കണക്ക് പോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ അവിടെ സ്ഥാനാന്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ പാലത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടി കൂട്ടണം. അപ്പോൾ ഇവിടെ 800 മീറ്ററാണ് പാലത്തിൻ്റെ നീളം, 200 മീറ്ററാണ് ട്രെയിനിൻ്റെ നീളം. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1000 മീറ്റർ കിട്ടും. അപ്പോൾ അതാണ് അവിടെ സ്ഥാനാന്തരം. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ എഴുതുക. പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. അതിൽ നിന്ന് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 20 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് പ്രവേഗം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സമയമാണ് കണ്ടെത്തേണ്ടത്, പ്രവേഗം. അപ്പോൾ പ്രവേഗത്തിന് അടിയിലേക്ക് കൊണ്ടുവരിക. ടി ഈസ് ഈക്വൽ ടു എസ് ബൈ വി എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 20 എന്നാണ് ആൻസർ വരിക. അപ്പം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 സെക്കൻഡ് എന്ന് സമയം കിട്ടും. അടുത്തതായിട്ട് ത്വരണം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന പ്രവേഗത്തിൻ്റെ അളവ് അഥവാ പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം, ആക്സിലറേഷൻ. അപ്പോൾ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്നാണ് ത്വരണത്തിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രവേഗമാണ് യു എന്നത് ഡിനോട്ട് ചെയ്യുന്നത്, അന്ത്യപ്രവേഗമാണ് വി. അപ്പം അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ഡിവൈഡഡ് ബൈ സമയമാണ് ത്വരണം എന്നത്. ത്വരണം ഈക്വൽ ടു പ്രവേഗമാറ്റം ബൈ സമയം. ത്വരണം ഒരു സദിശ അളവാണ്. കാരണം എന്താണ്? അവിടെ പ്രവേഗത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് പ്രവേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം താഴെ കിടക്കുന്ന സമയം കൂടി ആ ഇക്വേഷനിൽ നിന്ന് മേലേക്ക് വന്നു കഴിഞ്ഞാൽ സമയത്തിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ യൂണിറ്റ് കണ്ടെത്താൻ പറ്റും. ത്വരണമുണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ജൈൻറ്റ് വീലിൻ്റെ ചലനം ത്വരണമുണ്ടാകുന്നു. അതുപോലെ തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം, ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നു, ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു സമയ ഇടവേളകളിലും മാറിക്കൊണ്ടിരിക്കുന്നു, പ്രവേഗം മാറ്റം സംഭവിക്കുന്നു. അതുകൊണ്ട് പ്രവേഗ മാറ്റത്തിൽ നിരക്ക് കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ത്വരണം കിട്ടുന്നത്. പ്രവേഗം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കാണ് നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം. റിട്ടാർഡേഷൻ എന്നാണ് മന്ദീകരണത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത്. മന്ദീകരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പം ഇത് രണ്ടും ഈക്വലാണ്, നെഗറ്റീവ് വാല്യൂ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മന്ദീകരണത്തിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്, ത്വരണത്തിൻ്റെയും ചോദിക്കാറുണ്ട്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വരുന്നു, പക്ഷേ യൂണിറ്റ് എല്ലാം സെയിം ആണ്. അതുപോലെ ഇക്വേഷനും സെയിം ആണ്. പ്രവേഗം കുറയുന്നതിനെ മന്ദീകരണമെന്ന് സൂചിപ്പിച്ചാൽ സംഖ്യയോടൊപ്പം നെഗറ്റീവ് ചിഹ്നം ചേർക്കേണ്ടതില്ല. എന്നാൽ ത്വരണം എന്ന് സൂചിപ്പിക്കുന്നുവെങ്കിൽ നെഗറ്റീവ് ചിഹ്നം ഉപയോഗിക്കണം. പ്രവേഗം കുറഞ്ഞു വരുന്ന, അതായത് മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേഷനിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ട്രെയിൻ, അവിടെ പ്രവേഗം കുറഞ്ഞാണ് വരുന്നത്. പിന്നെ മുകളിലേക്ക് എറിഞ്ഞ ഒരു കല്ലിൻ്റെ മുകളിലേക്കുള്ള ചലനം, അപ്പോൾ അവിടെയും പ്രവേഗം മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നു. ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ ആ വസ്തുവിൻ്റെ ത്വരണമാണ് സമത്വരണം. നേരത്തെ നമ്മൾ സമപ്രവേഗം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ സമത്വരണവും പറഞ്ഞു. യൂണിഫോം ആക്സിലറേഷൻ. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം സമത്വരണമാണ്. ഒരു വസ്തുവിൻ്റെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ ആ വസ്തുവിൻ്റെ ത്വരണം അസമത്വരണം, അതായത് സമത്വരണത്തിന് ഓപ്പോസിറ്റ് നോൺ യൂണിഫോം ആക്സിലറേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ സമത്വരണത്തിന് നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് പറയാം. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരം സമയത്തിൻ്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിൻ്റെ ചലനം സമത്വരണമെന്നും പറയാം. അതുപോലെ പ്രവേഗമാറ്റത്തിൻ്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമാണെങ്കിൽ സമത്വരണമെന്ന് പറയാം. അപ്പോൾ രണ്ട് ഡെഫിനിഷനുകളും ഓർത്തു വെക്കുക. അടുത്തതായിട്ട് ത്വരണം കാണാനുള്ള ഒരു പ്രോബ്ലമാണ്. 10 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ പ്രവേഗത്തിൽ നേർരേഖാപാതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. 2 സെക്കൻഡിന് ശേഷം കാറിൻ്റെ പ്രവേഗം എത്രയാണ്? അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂകളൊക്കെ എടുത്തെഴുതുക. ആദ്യ പ്രവേഗം യു ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നേർരേഖാപാതയിലാണ് സഞ്ചരിക്കുന്നത്, അപ്പോൾ തുടങ്ങുന്ന പ്രവേഗമാണ് 10. ത്വരണം തന്നിട്ടുണ്ട് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സമയമാണെങ്കിൽ 2 സെക്കൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് എഴുതാം. അപ്പോൾ ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ടി ഇസ് ഈക്വൽ ടു
വി മൈനസ് യു എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വിനെ കണ്ടുപിടിക്കാൻ പറ്റും. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80. അപ്പോൾ നമ്മൾ വാല്യൂകൾ കൊടുക്കുക. 10 പ്ലസ് 5 ഇൻറ്റു 2. അപ്പോൾ എന്ത് കിട്ടും? 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ആദ്യ പ്രവേഗം നമ്മൾ കണ്ടുപിടിച്ചു. 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തു നിശ്ചല അവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. എ എന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ത്വരണം എത്ര എന്നാണ്. അപ്പോൾ അവിടെ പ്രവേഗമാറ്റം വി മൈനസ് യു ആണ്. അവിടെ ആദ്യത്തെ പ്രവേഗം 10 ആണ്, മൈനസ് അന്ത്യപ്രവേഗം 0 ആണ്. അപ്പം 10 മൈനസ് 0 10 മീറ്റർ പെർ സെക്കൻഡ്, സമയം 5 ആണ്. അപ്പോൾ പ്രവേഗമാറ്റം ഡിവൈഡ് ബൈ സമയം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചല അവസ്ഥയിലാകുന്നുവെങ്കിൽ ഈ സന്ദർഭത്തിൽ ത്വരണം എത്ര, മന്ദീകരണം എത്ര? അപ്പോൾ അവിടെ നമ്മൾ പ്രവേഗമാറ്റം കണ്ടുപിടിക്കുന്നു. വി മൈനസ് യു ചെയ്യുന്നു. അപ്പോൾ നേരെ തിരിച്ചുള്ള ഒരു സന്ദർഭമാണ്. അടുത്ത 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലാകുന്നു. അപ്പം ആദ്യം നിശ്ചലാവസ്ഥയാണ്. അപ്പോൾ 0 മൈനസ് 10 എന്ന് വരും. അതുകൊണ്ട് മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡാണ് പ്രവേഗമാറ്റമായിട്ട് എടുക്കേണ്ടത്. അതുപോലെ സമയം 5 സെക്കൻഡാണ്. അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് 10 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും, മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ മൈനസ് ഇട്ട് ഇപ്പുറ സൈഡിൽ ത്വരണം എന്ന് എഴുതാം, അല്ലെങ്കിൽ മന്ദീകരണം എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ആൻസർ എഴുതാൻ പറ്റും. മന്ദീകരണം ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത പ്രോബ്ലം, 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം ബ്രേക്ക് ചെയ്ത് 2 സെക്കൻഡ് കൊണ്ട് നിർത്തുന്നു. വാഹനത്തിൻ്റെ മന്ദീകരണം എത്ര? അപ്പോൾ ഇവിടെ യു ആയിട്ടുള്ളത് ഒരു പ്രവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ആദ്യത്തെ പ്രവേഗം 5 മീറ്റർ പെർ സെക്കൻഡാണ്. അവസാന പ്രവേഗം നിശ്ചലാവസ്ഥയിലാകുന്നു, ബ്രേക്ക് ചെയ്യുന്നു, അതുകൊണ്ട് 0 ആണ്. വി ഈക്വൽ ടു 0. ടി തന്നിട്ടുണ്ട് 2 സെക്കൻഡാണ്. അപ്പോൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 0 മൈനസ് 5 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. അല്ലെങ്കിൽ മന്ദീകരണം എന്ന് എഴുതിയിട്ട് മൈനസ് ചിഹ്നം ഒഴിവാക്കി 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിൻ്റെ 2-ാം സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡ് എന്നും 4-ാം സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡും ആയാൽ അതിൻ്റെ ത്വരണം എത്ര, മന്ദീകരണം എത്ര, 8-ാം സെക്കൻഡിലെ പ്രവേഗം എത്ര? അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ യുവും വിയും ഒക്കെ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രവേഗം യു ഈസ് ഈക്വൽ ടു 40 ആണ്, വി 30 ആണ്. ടി എന്നത് 4 മൈനസ് 2, അതായത് 2-ാം സെക്കൻഡിലെ പ്രവേഗവും 4-ാം സെക്കൻഡിലെ പ്രവേഗവുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമായിരിക്കും ടി എന്ന വാല്യൂ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം 4 മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സെക്കൻഡാണ് കിട്ടുക. അപ്പോൾ 30 മൈനസ് 40 ഡിവൈഡ് ബൈ 2 കിട്ടും. അപ്പോൾ മൈനസ് 10 ഡിവൈഡ് ബൈ 2 ആണ്, അതായത് മൈനസ് 5. അതായത് മന്ദീകരണം ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി 8-ാം സെക്കൻഡിലെ പ്രവേഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യ പ്രവേഗമായ 40 മീറ്റർ പെർ സെക്കൻഡും പിന്നെ 8-ാം സെക്കൻഡിലുള്ള പ്രവേഗം കണ്ടുപിടിക്കാൻ സമവാക്യത്തിൽ ടി എന്നത് 6 സെക്കൻഡാണ്. മാത്രമല്ല ത്വരണം സമത്വരണമാണെന്നും പരിഗണിക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന ഇക്വേഷൻ എടുത്തിട്ട് അതാണ് 1-ാം ചലന സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമവാക്യത്തിൽ നിന്ന്, അത് ശരിക്കും പ്രവേഗമാറ്റം ഡിവൈഡ് ബൈ സമയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു സമവാക്യമാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8-ാം സെക്കൻഡിലെ പ്രവേഗം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അവിടെ 8-ാം സെക്കൻഡിലെ പ്രവേഗം ടി എന്നത് നമ്മൾ 6 സെക്കൻഡാണ് എടുക്കുന്നത്. അതായത് 8 മൈനസ് 2 6 എടുക്കുന്നത്. 8-ാം സെക്കൻഡിലെ പ്രവേഗം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 40 മീറ്റർ പെർ സെക്കൻഡ് 2-ാം സെക്കൻഡിലാണ്. അതുകൊണ്ട് 8-ാം സെക്കൻഡിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ടി എന്നത് 6 എടുക്കണം. അപ്പോൾ യു പ്ലസ് 80 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 40 പ്ലസ് മൈനസ് 5 ഇൻറ്റു 6 കിട്ടും. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 40 മൈനസ് 30 വരിക. അപ്പോൾ 10 ആൻസർ. ഇനി കാൽനട യാത്രക്കാർ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ വേഗതയും പ്രവേഗവും ഒക്കെ പറയുമ്പം നമ്മൾ റോഡിലെ കുറച്ച് നിയമങ്ങളും കൂടി ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാൽനട യാത്രക്കാർ
റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുക. സീബ്ര ക്രോസിങ്ങിലൂടെ സിഗ്നൽ അനുസരിച്ച് മാത്രം റോഡ് ക്രോസ് ചെയ്യുക. കാൽനട യാത്രക്കാർ ഫുട്പാത്തിലൂടെ യാത്ര ചെയ്യുക. റോഡ് സൈനുകളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നുണ്ട്. അപ്പം റോഡ് സൈനുകൾ എത്ര തരത്തിലുണ്ട്? 3 തരത്തിലുണ്ട്. മാൻഡേറ്ററി സൈനുകൾ, കോഷണറി സൈനുകൾ, ഇൻഫോർമേറ്ററി സൈനുകൾ. നിർബന്ധമായും പാലിക്കേണ്ട മുന്നറിയിപ്പുകളാണ് മാൻഡേറ്ററി സൈനുകൾ. മാൻഡേറ്ററി സൈനുകൾ ചുവപ്പ് നിറത്തിലുള്ള വൃത്താകൃതിയിൽ സൂചിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ: ഇവിടെ പാർക്ക് ചെയ്യരുത്, പി എന്നതിൽ ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു വര. അതുപോലെ സൈക്കിൾ യാത്ര നിരോധിച്ചിരിക്കുന്നു, ഹോൺ നിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെ മാൻഡേറ്ററി സൈനുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന അടയാളങ്ങളാണ് കോഷണറി സൈനുകൾ. കോഷണറി സൈനുകൾ ചുവപ്പ് നിറത്തിലുള്ള ത്രികോണാകൃതിയെ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകൃതിയും നിറങ്ങളും ഒക്കെ പറയുന്നുണ്ട്. കോഷണറി സൈനുകൾക്ക് ഉദാഹരണങ്ങളാണ് ഹമ്പ്, ഇടുങ്ങിയ പാലം, അതുപോലെ സ്കൂളിന് സമീപത്ത് ഉള്ള സ്ഥലം. പിന്നീട് വരുന്നത് ഇൻഫോർമേറ്ററി സൈനുകൾ. വാഹനം ഓടിക്കുന്നയാൾ പോകേണ്ട ദിശ, വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, മറ്റ് സൗകര്യങ്ങൾ, ലഭ്യമായ സ്ഥലങ്ങൾ തുടങ്ങിയവ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ് ഇവ. ഇൻഫോർമേറ്ററി സൈനുകളെ നീല നിറത്തിലുള്ള ചതുരാകൃതി ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അതിന് എക്സാമ്പിളുകളാണ് പോലീസ് സ്റ്റേഷൻ, അതുപോലെ ഹോസ്പിറ്റൽ, പിന്നെ പെട്രോൾ പമ്പ് എന്നിവ. റോഡ് ഉപയോക്താക്കളെ നിയന്ത്രിക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനും വഴികാട്ടുന്നതിനുമായി വാഹനപാതയ്ക്കുള്ളിൽ അടയാളപ്പെടുത്തുന്ന വരകൾ, പാറ്റേണുകൾ, അക്ഷരങ്ങൾ തുടങ്ങിയവ അറിയപ്പെടുന്നതാണ് റോഡ് മാർക്കിംഗ്. അപ്പോൾ റോഡ് മാർക്കിംഗ് എന്നാണ് ഇതിനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള റോഡ് മാർക്കിങ്സ് പറയുന്നുണ്ട്. ആദ്യത്തേത് ബ്രോക്കൺ വൈറ്റ് ലൈനാണ്. എതിർദിശയിൽ വരുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്നതിനായി റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന റോഡ് മാർക്കിംഗ് ആണിത്. അപ്പോൾ ഈ ഒരു ബ്രോക്കൺ വൈറ്റ് ലൈനിലൂടെ വാഹനങ്ങൾക്ക് നിയന്ത്രിതമായി മാത്രമേ മുറിച്ച് കടക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വളരെ വാഹനങ്ങളൊക്കെ കുറഞ്ഞ റോഡാണെങ്കിൽ മാത്രമേ നമുക്ക് മുറിച്ച് കടക്കാൻ പറ്റുകയുള്ളൂ. ഇനി വാഹനങ്ങൾക്ക് മുറിച്ച് കടക്കാൻ പാടില്ലാത്ത റോഡ് മാർക്കിംഗ് ആണ് സോളിഡ് യെല്ലോ ലൈൻ. അപ്പോൾ അവിടെ തീരെ നമുക്ക് മുറിച്ച് കടക്കാൻ പറ്റില്ല. ഇനി കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ച് കടക്കാനുള്ള റോഡ് മാർക്കിങ്സ് ആണ് സീബ്ര ക്രോസിംഗ്. രാത്രി കാലങ്ങളിൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ കടും നിറത്തിലുള്ള വസ്ത്രങ്ങളേക്കാൾ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉചിതം. അപ്പോൾ അത് വേഗം കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സൈൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാഹന നിയന്ത്രണങ്ങൾ അതുപോലെ റോഡുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ PSCയുടെ സിലബസിൽ ഇതില്ലല്ലോ നമ്മളൊന്ന് ചിന്തിച്ചേക്കാം, പക്ഷേ പുതിയ SCRTയിലുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയായിട്ട് മാറിയേക്കാം. അടുത്തതായിട്ട് സ്ഥാന സമയ ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഒരു വസ്തുവിൻ്റെ സ്ഥാനം Y അക്ഷത്തിലും വസ്തുവിന് സഞ്ചരിക്കാനെടുത്ത സമയം X അക്ഷത്തിലും സൂചിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫാണ് സ്ഥാന സമയ ഗ്രാഫ്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫാണ് പറയുന്നത്. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ സമാന്തരമായ ഒരു നേർരേഖയായിരിക്കും നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ കിട്ടുന്നത്. സ്ഥാനവും സമയവും X ആക്സിസിലും Y ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നേർരേഖയിലാണ് ആ ഒരു ഗ്രാഫ് പോകുന്നത്. സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയല്ലെങ്കിൽ വസ്തുവിൻ്റെ ചലനം അസമവേഗത്തിലായിരിക്കും. അപ്പോൾ ഇത് സമവേഗത്തിലാണോ അസമവേഗത്തിലാണോ എന്നുകൂടി നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സ്ഥിരപ്രവേഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് X അക്ഷവുമായി ഒരു കോണളവുണ്ടാക്കുന്ന നേർരേഖയായിരിക്കും. അപ്പോൾ ഒരു 45 ഡിഗ്രി കോണിലൊക്കെ നേർരേഖയിലൂടെ പോകുന്നതായിരിക്കും ഇവിടെ സ്ഥാന സമയ ഗ്രാഫായിട്ട് വരുന്നത്. അപ്പോൾ നിശ്ചലാവസ്ഥയും അതുപോലെ സ്ഥിരപ്രവേഗം സമപ്രവേഗത്തിലുള്ളതും നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് സ്ഥിര ത്വരണത്തോടെയും സ്ഥിര മന്ദീകരണത്തോടെയും സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫുകൾ വക്രരേഖയിലായിരിക്കും, അതായത് വളഞ്ഞ രേഖയിലായിരിക്കും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ്. സ്ഥിര ത്വരണത്തോടെ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് വക്രരേഖയിലായിരിക്കും. നാം സ്ഥിര മന്ദീകരണം, അതായത് നെഗറ്റീവാണല്ലോ, അതുകൊണ്ട് റിട്ടാർഡേഷൻ്റെ ഗ്രാഫ് നേരെ ഓപ്പോസിറ്റായിട്ട് ഉള്ള വളഞ്ഞ രേഖയായിരിക്കും. സ്ഥാന സമയ ഗ്രാഫിൽ നിന്നും പ്രവേഗം കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ്? നമ്മുടെ സ്ഥാനാന്തരം ബൈ സമയമാണ് അവിടെ പ്രവേഗത്തിൻ്റെ ഇക്വേഷൻ. അപ്പോൾ X ആക്സിസിലും Y ആക്സിസിലും നമ്മൾ സ്ഥാനാന്തരവും സമയവുമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അന്ത്യസ്ഥാനം, അതുപോലെ അന്ത്യസ്ഥാനം മൈനസ് ആദ്യസ്ഥാനം ഡിവൈഡഡ് ബൈ അവസാന സമയം ഡിവൈഡ് ബൈ
ആദ്യ സമയം. അപ്പോൾ ഈ സ്ഥാനവും സമയവും സ്ഥാനാന്തരമായിട്ടും സമയവുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ആ ഒരു വാല്യൂസ് കുറച്ചിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ പ്രവേഗം കണ്ടെത്താൻ കഴിയും. അളവുകൾ ഗ്രാഫ് പേപ്പറിൽ ചിത്രീകരിക്കുമ്പോൾ തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ വലുപ്പം കുറയുന്നു. എന്നാൽ ഗ്രാഫ് സൂചിപ്പിക്കുന്ന ഭൗതിക അളവിൻ്റെ മൂല്യത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ തോത് എന്താണെന്ന് നമുക്കറിയാലോ. തോത് നമ്മൾ 2 കിലോമീറ്ററിന് 1 സെൻറ്റിമീറ്ററാണ് തോത് വെക്കുന്നതെങ്കിൽ ഗ്രാഫ് ചെറുതായിരിക്കും, പക്ഷേ അളവിൽ മാറ്റം വരുന്നില്ല. തോത് മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. പ്രവേഗ സമയ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണെന്ന് നോക്കാം. എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ പ്രവേഗവും രേഖപ്പെടുത്തി വരയ്ക്കുന്ന ഗ്രാഫാണ് പ്രവേഗ സമയ ഗ്രാഫ്. സ്ഥിര പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗ സമയ ഗ്രാഫ് എക്സ് അക്ഷത്തിന് സമാന്തരമായ നേർരേഖയിലായിരിക്കും. അപ്പോൾ ഇവിടെ അക്ഷങ്ങൾ മാറിയെന്നേ ഉള്ളൂ, നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് ഒരുപോലെയാണ്. സ്ഥിര പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സമയവും പ്രവേഗവും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. നേർരേഖയിലാണ് ആ ഒരു വസ്തുവിൻ്റെ ഗ്രാഫ്. സ്ഥിര ത്വരണത്തോടു കൂടിയാണെങ്കിൽ പ്രവേഗ സമയ ഗ്രാഫ് ഒരു കോൺ അളവിൽ നേരെ മുകളിലോട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. സ്ഥിര മന്ദീകരണത്തോടു കൂടിയാണെങ്കിൽ നമ്മൾ ഗ്രാഫിൻ്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് പോകുന്ന തരത്തിൽ 0 മേലെ വരുന്നു. അതുപോലെ എക്സ് ആക്സിസിൻ്റെയും വൈ ആക്സിസിൻ്റെയും താഴ്ഭാഗത്തേക്ക് ഒരു കോൺ അളവിലാണ് സ്ഥിര മന്ദീകരണത്തിൻ്റെ ഗ്രാഫ് വരുന്നത്. പ്രവേഗ സമയ ഗ്രാഫിൻ്റെ ചെരിവ് വസ്തുവിൻ്റെ ത്വരണത്തെ സൂചിപ്പിക്കുന്നു. പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രാഫുകളിലെല്ലാം അതിൻ്റെ ചുവടെയുള്ള പരപ്പളവിനാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുക? സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ പറ്റുക. സ്ഥാനാന്തരം = പ്രവേഗം × സമയമാണ്. അപ്പം ആ ഒരു ചുവട്ടിലുള്ള പരപ്പളവ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അളവുകളെല്ലാം തന്നിട്ടുണ്ടെങ്കിൽ ഒരു ചതുരത്തിൻ്റെയോ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെയോ ഒക്കെ പരപ്പളവ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്ഥാനാന്തരം കിട്ടുന്നതായിരിക്കും. ത്വരണ സമയ ഗ്രാഫ് അടുത്തതായിട്ട് മൂന്നാമത്തെ ഗ്രാഫാണ്. എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ ത്വരണവും രേഖപ്പെടുത്തി വരയ്ക്കുന്നതാണിത്. സമത്വരണത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ത്വരണ സമയ ഗ്രാഫ് എക്സ് അക്ഷത്തിന് സമാന്തരമായ നേർരേഖയിലായിരിക്കും. അപ്പോൾ സമയവും ത്വരണവും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സമത്വരണത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു നേർരേഖയിലാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇനി ചലന സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്താണെന്ന് നോക്കാം. 3 തരത്തിലാണ് ചലന സമവാക്യങ്ങൾ ഉള്ളത്. പ്രവേഗ സമയബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യമാണ് V = U+AT, അതായത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന സമവാക്യമാണിത്. സ്ഥാനാന്തര സമയ ബന്ധം സൂചിപ്പിക്കുന്ന സമവാക്യമാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന സമവാക്യമായ S = UT + ½ സ്ഥാനാന്തര പ്രവേഗ ബന്ധം അത് സൂചിപ്പിക്കുന്നതാണ് V² = U² + 2AS. അത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന സമവാക്യമാണ്. അപ്പോൾ ചലന നിയമങ്ങളുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. സമവാക്യങ്ങൾ 3 തരത്തിലുണ്ട്. അത് ഓരോന്നിനെയും ബന്ധിപ്പിക്കുന്നു. സ്ഥാനാന്തര പ്രവേഗം, അതുപോലെ സ്ഥാനാന്തര സമയം, അതുപോലെ പ്രവേഗ സമയം. ഇങ്ങനെയാണ് 3 ഇക്വേഷൻസ് വരുന്നത്. സമത്വരണത്തിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഈ സമവാക്യങ്ങൾ ബാധകമാവുന്നുള്ളൂ. അപ്പോൾ സമത്വരണത്തിലുള്ള വസ്തുക്കളാണ് ഇതിന് ബാധ്യസ്ഥരായിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. ആദ്യ പ്രവേഗം U. അപ്പം ആ മേലെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിലെ ലെറ്റേഴ്സൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് അവിടെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ആദ്യ പ്രവേഗം U ആണ്, അന്ത്യപ്രവേഗം V, സ്ഥാനാന്തരം S, ത്വരണം A ആണ്, പ്രവേഗമാറ്റത്തിനെടുത്ത സമയമാണ് T. അടുത്തതായിട്ട് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ആദ്യമായിട്ട് ഉണ്ടാകുന്ന പ്രവേഗം അത് 0 നിർബാധം താഴേക്ക് പതിക്കുന്ന കേസിലും അതുപോലെ നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും 0. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0. മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0. അപ്പോൾ ഇവിടെ 0 പ്രവേഗങ്ങളുടെ ഒരു സന്ദർഭങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സന്ദർഭങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. നിശ്ചലാവസ്ഥയിൽ നിന്നും, അപ്പോൾ അടുത്തതായിട്ട് അവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്.
നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡുമായി ഈ സമയ ഇടവേളകളിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എന്താണ്? അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂകളൊക്കെ എഴുതി വെക്കുക ആദ്യം. u = 20 ആണ്. അന്ത്യപ്രവേഗം v = 40. അപ്പോൾ സമയം അവിടെ 2 സെക്കൻഡും 6 സെക്കൻഡും പറയുന്നുണ്ട്. അപ്പോൾ 6 - 2 4 ആണ് അവിടുത്തെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ത്വരണം നമുക്ക് കണ്ടെത്താം. പ്രവേഗം മാറ്റം ബൈ ടി ആണ്. അപ്പോൾ v - u/t ആണ്. 40 - 20 20 ഡിവൈഡഡ് ബൈ 4 20/4 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് ആൻസറായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സ്ഥാനാന്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ആദ്യം അവിടെ ത്വരണം കണ്ടെത്തി. എന്നാൽ മാത്രമേ നമുക്ക് ut + ½ at² നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ഥാനാന്തരം = ut + ½ at² അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷനിൽ ത്വരണത്തിൻ്റെ വാല്യൂ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കൊടുത്തു. അപ്പോൾ ഹാഫ് = 20 × 4 പ്ലസ് ഹാഫ് × 5 × 4 അപ്പോൾ 80 മീറ്റർ പ്ലസ് 40 മീറ്റർ 120 മീറ്ററാണ് അവിടെ സ്ഥാനാന്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 16 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തുന്നു. ആദ്യത്തേത് കാറിൻ്റെ ത്വരണം കാണുക, പിന്നെ ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം കാണുക. അപ്പോൾ നേരത്തെ അതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. യുവും ടിയും വിയും ഒക്കെ നമ്മൾ എടുത്തെഴുതി. u = 6, v = 16, t = 10. അപ്പോൾ ത്വരണം കണ്ടുപിടിക്കാൻ v - u/t 16 - 6 10 ആണ്. ഡിവൈഡഡ് ബൈ 10 അങ്ങനെ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണം എന്ന് കിട്ടും. അപ്പോൾ ത്വരണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് s = ut + ½ at² അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 6 × 10 പ്ലസ് ഹാഫ് × 1 × 10 ആണ് വരുന്നത്. അപ്പോൾ 60 മീറ്റർ പ്ലസ് 50 മീറ്റർ 110 മീറ്ററാണ് ആൻസറായിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മിനിറ്റിലും km/hയിലുമാണ് ആൻസർ ഡാറ്റ കൊടുത്തിട്ടുള്ളത്. അപ്പം km/hനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി അറിയാം 5/18 മീറ്റർ പെർ സെക്കൻഡിലെ 5/18 എന്ന നമ്പർ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നിശ്ചലാവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ u = 0 എന്ന് എഴുതി. v = 90 km/h, അതായത് 5/18 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ട് മീറ്റർ പെർ സെക്കൻഡിലുള്ള വാല്യൂ കിട്ടും, അതായത് 25 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അവിടെ സമയം തന്നിരിക്കുന്നത് 10 മിനിറ്റ്. അപ്പോൾ രണ്ട് അളവുകളും വേറെ വേറെ അളവിലാണ് തന്നിട്ടുള്ളതെങ്കിൽ, ഒരേ യൂണിറ്റിലല്ല തന്നെങ്കിൽ നമുക്കത് മാറ്റി ഒരേ യൂണിറ്റിലാക്കിയിട്ട് വേണം ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ആദ്യം നമ്മൾ വീനെ മാറ്റി 25 എന്ന് കിട്ടി. പിന്നെ നമ്മൾ ടി, അതായത് സമയം 10 മിനിറ്റാണ് തന്നിട്ടുള്ളത്, അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 600 സെക്കൻഡ് എന്ന് കിട്ടും. 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ത്വരണം a = v - u/t എന്ന് ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 - 0 ഡിവൈഡ് ബൈ 600 സെക്കൻഡ്. അപ്പം 25/600 1/24 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, നിശ്ചലാവസ്ഥയിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ടു മുമ്പ് അതിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്? അപ്പോൾ ഇവിടെ നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെടുന്നതുകൊണ്ട് തന്നെ u = 0 ആണ്. പിന്നെ ത്വരണം 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, പിന്നെ v എന്നത് പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ രണ്ടാമത്തെ ചലന സമവാക്യമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ v² = u² + 2as. അപ്പോൾ v²ൻ്റെ വാല്യൂ 20² എഴുതുക. അത് കഴിഞ്ഞ് u² 0 ആണ്. 0² + 2 × as. എത്രയാണ്? 10 ആണ്. അപ്പോൾ s ആണ് നമുക്ക് സ്ഥാനാന്തരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ s കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ 200ൻ്റെ സ്ക്വയർ 400 ആണ്, അല്ല 20ൻ്റെ സ്ക്വയർ 400 = 20 × s. അപ്പം 400 / 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മീറ്റർ സ്ഥാനാന്തരമായിട്ട് കിട്ടും.
അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞു. ഈ ഒരു മോഡലിൽ തന്നെ തുടർ പ്രവർത്തനങ്ങളിൽ കുറച്ച് പ്രോബ്ലംസും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്വയം കണ്ടെത്തി പഠിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഈ പ്രധാനമായിട്ട് ഈ 3 ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ 0 വരുന്ന സന്ദർഭങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബോക്സിൽ, അപ്പോൾ ആ 0 വരുന്ന സന്ദർഭങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ ആദ്യ പ്രവേഗമാണോ അന്ത്യപ്രവേഗമാണോ 0 എന്ന് എടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. താങ്ക്